ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശന് 10 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും കൊടുത്ത് ആ വലിയൊരു കടമൊക്കെ വീട്ടിൽ നമ്മുടെ കല്യാണി അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ടും അതിൻ്റേതായ ഒരു നന്ദിയോ മര്യാദയോ ഒന്നും പ്രകാശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ സ്നേഹത്തിനോ വേണ്ടിയല്ല കല്യാണി ഇതൊന്നും ചെയ്തത് എങ്കിൽ പോലും മനുഷ്യൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ ഒരു മര്യാദ കാണുമല്ലോ, അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പ്രകാശം മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് CS-ൻ്റെയും അതുപോലെ രൂപയുടെയും കല്യാണം നടത്തുന്നതിനെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. മകൻ അച്ഛനൊപ്പം ഇരുന്ന് മെസ്സേജ് അയക്കുമ്പോൾ മരുമകൾ അമ്മായിമ്മയ്ക്കൊപ്പം ഇരുന്ന് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ആ ഒരു ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിലൂടെ ഇവർ അറിയുന്നുണ്ട്. അതിനുശേഷമാണ് കിരൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കിരൺ ആത്മവിശ്വാസം കൊടുക്കുക. ഈ ഒരു പിറന്നാളിന് അല്ലെങ്കിൽ ഈ ഒരു ന്യൂ ഇയറിന് നമ്മൾ ഒന്നിച്ചുണ്ടാകില്ലായിരിക്കാം, പക്ഷെ അടുത്ത ന്യൂ ഇയറിന് തീർച്ചയായും അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാകുമെന്നുള്ള ഒരു ഇതിലിങ്ങനെ പറയുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഈ പ്രകാശിന് ആശുപത്രി വിട്ടു, ആരോഗ്യമൊക്കെ കുറച്ചൊക്കെ ഓക്കെ ആയി. അങ്ങനെ തിരിച്ചു വന്നു ആ ഒരു ജീവിതത്തിലേക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും വീട്ടിൽ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കുക. അപ്പം മകൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അമ്മ ചെന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ പറ്റിയത്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ രക്തം തിളക്കുകയാണെന്ന് പറഞ്ഞു. എടാ, നീ ഒരുപാട് തിളപ്പിക്കാനൊന്നും പോകണ്ട, കാരണം വേറൊന്നുമല്ല, നിനക്ക് വേണ്ടി അത്രയും പൈസയൊക്കെ അവൾ ചിലവാക്കിയില്ലേടാന്ന് ചോദിച്ചപ്പോൾ ആരാടാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചു. തള്ളെ മിണ്ടി പോകരുത്, അവളുടെ ഒരു ഔദാര്യം എനിക്ക് ആവശ്യമില്ല. പിന്നെ നീ എന്തിനാടാ അവളുടെ കാശ് മേടിക്കാൻ രായപ്പനോട് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരുത്തനോടും അവളുടെ നയാ പൈസ മേടിക്കാൻ പറഞ്ഞിട്ടില്ലെന്നും അവളാണ് കൊണ്ടുപോയി കൊടുത്തതെന്നും എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ പിഴച്ചവളുടെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും, അവളുടെ ഒരു കാലണ പോലും ഈ പ്രകാശന് വേണ്ട തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുക. അപ്പോഴേക്കും ഇത്രയ്ക്ക് വലിയൊരു മഹാഭാഗ്യം കിട്ടിയിട്ടും അത് മനസ്സിലാക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോടെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ, എനിക്ക് അവളുടേതായ ഓരോ സൗഭാഗ്യങ്ങളും വേണ്ട, എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, പിന്നെ ആ രാജപ്പൻ എന്ന് പറയുന്നവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. നീ എന്താ വെക്കാൻ പോകുന്നതെന്ന് അമ്മ അന്നേരം ചോദിച്ചപ്പോൾ കണ്ടോളാൻ പറഞ്ഞുകൊണ്ടിരിക്കുക മകൻ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അതങ്ങനെ അവിടെ സംഭവിക്കുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടികൾ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതോ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുക. അപ്പോൾ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും യാദൃച്ഛികമായിട്ട് ബകാസുരനെ വഴിയിൽ വെച്ച് കണ്ടു. ബകാസുരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരല്ലേ, പഴയ കൂട്ടുകാർ, ഇപ്പോൾ രണ്ടുപേരും കൂടെ കണ്ടു നിന്നു സംസാരിക്കുമ്പോഴേക്കും പ്രകാശ എന്താ ഉണ്ടടാ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം നിനക്കെന്തോ അടി കിട്ടിയെന്നോ, നീ ഏതാണ്ട് ആശുപത്രിയിലാണെന്നൊക്കെ അറിഞ്ഞല്ലോ, എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശൻ അതൊന്നും പറയണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയൊക്കെ ആണെങ്കിലും അവൾക്ക് കാശുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ കിരണിനെക്കുറിച്ചും കല്യാണിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഉണ്ടായെങ്കിലും അവൾക്കിതൊരു ശബ്ദം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറഞ്ഞപ്പം അപ്പം നീയും ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിച്ചു പ്രകാശൻ. എന്തറിഞ്ഞില്ലേന്ന്? എടാ, അവൾക്ക് ശബ്ദം കിട്ടിയതേ ഈ ലോകത്തിൽ അറിയാത്തത് ഞാനും നീയും ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും അറിഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയാശൻ. നീ എന്താ ഈ പറയുന്നത്? ശബ്ദം കിട്ടിയെന്നോ? ആർക്ക് ശബ്ദം കിട്ടിയെന്ന്? കല്യാണിക്കോ? നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത്? ഒരു സ്വപ്നവും അല്ലടാ, ഞാൻ പറഞ്ഞത് സത്യ. ആ കല്യാണി എന്ന് അവൾക്ക് ശബ്ദം കിട്ടി. അവളങ്ങും ഈ ജന്മത്ത് സംസാരിക്കാൻ പോകുന്നില്ല പ്രകാശ എന്ന് പറഞ്ഞപ്പം അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണെന്നും അവളിത് മണിയായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചടാ. ഞാനും ആദ്യം ഇതൊന്നും കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, പക്ഷേ അവളുടെ സംസാരം എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കേട്ടപ്പോൾ ഞാൻ പകച്ചുപോയി. അവളിതേ ഇപ്പോൾ നമ്മളെക്കാൾ എല്ലാവരെക്കാളും ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനത് വിശ്വസിക്കില്ല എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ നീ വിശ്വസിക്കണ്ട, നീയേ അവളുടെ സംസാരം നേരെ കേൾക്കുമ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതി. പിഴച്ചവൾ സംസാരിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ചയും ബഹളവും പാടുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രകാശൻ അങ്ങ് പോയി. പ്രകാശൻ പറഞ്ഞ സത്യങ്ങൾ കേട്ട് കണ്ണു തള്ളിയ രാഹുൽ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക. അവിടെ ചെന്ന് ഭാര്യയോടും മകളോടും ഈ വിവരങ്ങൾ പറയാനായിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവിടെ ചെന്ന് മകളോടും ഭാര്യയോടും വിവരം പറയണം പ്രകാശനെ കണ്ടുവെന്നും പ്രകാശൻ ഈ രീതിയിൽ പറഞ്ഞു എന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ ഒരു ഒറ്റ ചിരി, പ്രത്യേകിച്ച് ചാരി. ഒരിക്കലും അത് സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മനു ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കേട്ടല്ലേ മനു മോനെ, ദേ അവൾ സംസാരിച്ചെന്ന്. ആര്?
കല്യാണി സംസാരിച്ചെന്നേ, എന്ത് പൊട്ടത്തരമൊക്കെ ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ ഇത് പൊട്ടത്തരമല്ല ശാരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ പറഞ്ഞു. പിന്നെ ഇതിന് എന്തെന്നാ പറയുന്നത്, ഇത് പൊട്ടത്തരം തന്നെയാണെന്നും പറഞ്ഞ് അങ്ങനെ പറയാം. ഒരിക്കലും അവൾ അങ്ങനെ സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പറയണത്. അവൾ അങ്ങനെ എങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ ആ സംസാരവുമായി അവൾ ആദ്യം ഓടിയെത്താൻ പോകുന്നത് ഇവിടേക്കാണെന്നും അവൾ വന്നില്ലെങ്കിലും അവളെ വിളിച്ചുകൊണ്ട് അവൻ വരും. ഇവിടെ വന്ന് നിന്ന് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ വെല്ലുവിളിയായിട്ട് അവർ സംസാരിക്കും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണെന്നും അവൾ സംസാരിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വരാത്തതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും 100% ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് 100% ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം അവൾ സംസാരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് തറപ്പിച്ച് ശാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തറപ്പിച്ചുള്ള പറച്ചിലും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മകൾ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇനി ഒരു പക്ഷേ അവൾ സംസാരിച്ച് തുടങ്ങിയെങ്കിലോ? ഇല്ലടി മോളെ, ഒരിക്കലും അങ്ങനെ സംസാരിച്ച് തുടങ്ങില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അതിനൊരു സാധ്യതയും ഇല്ല, ഒരു സാഹചര്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇതിൻ്റെ ഒരു സത്യം അതറിയണമല്ലോ, അതറിയാൻ വേണ്ടി തന്നെ തീരുമാനിച്ചുറപ്പിച്ചു അമ്മയും മകളും കൂടി, പ്രത്യേകിച്ച് സരയും. എന്തായാലും ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് അവൾ സംസാരിച്ച് തുടങ്ങിയോ എന്ന് എനിക്ക് അറിയണം, അതറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ആശാത്തി സത്യം അറിയാൻ വേണ്ടി നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. ഈ സമയത്ത് നമ്മുടെ രാഹുലും മനുവും കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ രാഹുലിനോട് മനു പറയുകയാണ്, എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു അച്ഛാ, എന്ത് കല്യാണി സംസാരിച്ച് തുടങ്ങി എന്നുള്ളത്. കാരണം കഴിഞ്ഞൊരു ദിവസം അവൾ ഉമ്മറത്ത് നിന്ന് ആരോടോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതാണ് അവൾ സംസാരിച്ച് തുടങ്ങിയെന്ന്. അതേതായാലും സത്യമാകാൻ തന്നെയാണ് വഴി, കള്ളത്തരമൊന്നാകാനുള്ള സാധ്യതകളില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുലും ഇങ്ങനെ ശരിയായിരിക്കുമോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു പക്ഷേ സംസാരിച്ച് തുടങ്ങിയതായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഇതിലിങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ചിന്തയും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സരയു അവിടെ കല്യാണിയുടെ വീട്ടിലേക്ക് 4 പാട് നോക്കി കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും വീടിൻ്റെ ഡോറൊക്കെ തുറന്ന് കിടപ്പുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവൾ കയറി ചെല്ലുന്നത്. ഇവൾ കയറി ചെന്നിട്ട് ഇങ്ങനെ നോക്കി ചെന്നപ്പോഴാട്ടോ അതേ നമ്മുടെ കുഞ്ഞുവാവ അവിടെ കിടന്ന് ഉറങ്ങുന്ന കാഴ്ച സരയു കാണുന്നത്. അപ്പോഴേക്കും അവളുടെ ഒരു കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വക എന്താ പറയുന്നത്, ക്രൂരതയുടെ ആ ഒരു വലിയൊരു മുഖം മൂടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവൾ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ ചെന്നപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമല്ലേ, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇവൾ ചെന്നിട്ട് കുഞ്ഞിനെ കുറേ നേരം നോക്കി നിന്നു. കിടന്നു അരങ്ങുന്നു. ഇതിനെ കണ്ടോണ്ടല്ലേ അവളൊക്കെ അഹങ്കരിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടല്ലേ, ഇതിനെ താരാട്ട് പാടാൻ വേണ്ടിയിട്ടല്ലേ അവൾ ശബ്ദം ഉണ്ടാക്കാൻ പോയത്. ശബ്ദം അവൾക്ക് തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് അവളുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് തോൽവിയാണെന്നും ഇനി ഈ തോൽവി ഏറ്റുവാങ്ങാൻ തനിക്ക് മനസ്സില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തുടങ്ങും. അതും അവിടെ കിടന്നൊരു തലേണി എടുത്ത് അതിൻ്റെ മുഖത്ത് അമർത്തി അതിനെ കൊല്ലാനായിട്ട് നോക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ തലേണി എടുത്ത് അതിൻ്റെ മുഖത്തേക്ക് അമർത്താൻ ചെന്നപ്പോഴേക്കും ദൈവം എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വരിക. കല്യാണി വന്നപ്പോൾ കാണുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തലേണി അമർത്തി അതിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ സരയു എന്ന പിശാചിനെ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി എടീന്നും വിളിച്ചൊരൊറ്റ അലർച്ചയായിരുന്നു. ആ അലർച്ചയിൽ സരയു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അവസാനം ആയി നമുക്ക് മനസ്സിലായി. അപ്പോൾ കേട്ട കാര്യം സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും നീ എൻ്റെ കുഞ്ഞിനെയെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ചെന്നിട്ട് ഇവളെ പിടിച്ചൊരൊറ്റ തള്ളങ്ങ് തള്ളി. ഇവക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം കല്യാണി സംസാരിച്ച് കേട്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും കല്യാണി ഇവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവളെ തൂക്കി അങ്ങ് ഭിത്തിയിലേക്ക് ചേർത്തങ്ങ് വെച്ചു. നീ എൻ്റെ കുഞ്ഞിനെ എന്താടി ചെയ്തതെന്ന് ചോദിച്ചു. ഞാനെന്ന അമ്മ ഇവിടെ നിൽക്കുമ്പോൾ നീ എന്ന രാക്ഷസിക്കോ ആർക്കോ, നിൻ്റെ അച്ഛനോ നിൻ്റെ അമ്മയ്ക്കോ നിനക്കോ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിരളിൽ പോലും തൊടാൻ പറ്റില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അവിടെ കിടന്നങ്ങോട്ട് എന്താ പറയുന്നത്, ഇവളെ അങ്ങ് എടുത്തിട്ട് ഉടുത്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തല്ലി കൊന്ന് കൊല വിളിച്ചു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അവളെ തൂക്കി കൊണ്ടുവന്ന് മുറ്റത്തേക്ക് ഒരൊറ്റ വലിച്ചേറായിരുന്നു. ആ വലിച്ചേറിനേക്കാളും വലിയ ഷോക്കായിരുന്നു സരയുവിന് കല്യാണി സംസാരിച്ചത്. അങ്ങനെ എറിഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ വേദനയൊന്നും സരയുവിൻ്റെ മനസ്സിലില്ല. കാരണം കല്യാണി സംസാരിച്ചു ഇത് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം.
ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്